നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ ഇന്ത്യ നടത്തിയ ശക്തമായ ഭീകരവിരുദ്ധ ആക്രമണങ്ങൾക്ക് പിന്നാലെ പാകിസ്ഥാനിൽ പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സുതാര്യത പുലർത്തുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാനിൽ എല്ലാ കാര്യങ്ങൾക്കും അവ്യക്തതയാണ്. പാകിസ്ഥാനിൽ ഒരു റേഡിയേഷൻ ചോർച്ചയുണ്ടായോ എന്നതാണ് പ്രധാനപ്പെട്ട ഊഹാപോഹം. അതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ആണവ നിലയങ്ങൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കുമ്പോഴും ഊഹാപോഹങ്ങളുടെയും അർദ്ധസത്യങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെയാണ് പ്രചരിക്കുന്നത്. സംശയാസ്പദമായ വിമാനങ്ങളുടെ നീക്കങ്ങൾ മുതൽ പ്രചരിച്ച ഒരു രഹസ്യ സർക്കാർ രേഖ വരെ ഇതിൽ പെടുന്നുണ്ട്. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ മിസൈൽ, ഡ്രോൺ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കെതിരെ ഇന്ത്യ പ്രതികാര നടപടി ആരംഭിച്ചതോടെയാണ് ഊഹാപോഹങ്ങൾക്കും തുടക്കമായത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന ഈ ആക്രമണങ്ങൾ 8 പാകിസ്ഥാൻ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിടുകയും പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രവർത്തനക്ഷമമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ 20% നശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്ത 8 പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ ബേസ് നൂർ ഖാൻ, അതോടൊപ്പം റാവൽപിണ്ടി ബേസ് മുരീദ്, ചക്വാർ ബേസ് സുഖൂർ, അതോടൊപ്പം തന്നെ സുഖൂർ ബേസ് റഹീം യാർ ഖാൻ ബേസ് മുഷാഫ്, സർഗോദ ബേസ് ഷഹബാസ്, അതോടൊപ്പം തന്നെ ജാക്കോബാദ് ബേസ് റഫീഖി, അതോടൊപ്പം ഷോർക്കോട്ട് ബേസ് ഭൊലാരി, അങ്ങനെ ഉൾപ്പെടെ റഡാർ സൈറ്റുകളും വ്യോമ പ്രതിരോധ യൂണിറ്റുകളും അതോടൊപ്പം തന്നെ തകർത്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ ഏറ്റവുമായി ചോദ്യം ഉന്നയിക്കുന്ന ഒരു പ്രധാന കാരണമുണ്ട് പാകിസ്ഥാനിലെ കിരാന കുന്നുകൾ. ആ കിരാന കുന്നുകളാണ് രഹസ്യ ഫയലുകൾക്ക് പുറത്ത് അപൂർവമായി മാത്രം കേട്ടിട്ടുള്ള ഒരു പേര് പെട്ടെന്ന് തന്നെ ആഗോള ശ്രദ്ധ ആകർഷിച്ചത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോദയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കിരാന കുന്നുകൾ പാകിസ്ഥാന്റെ ആണവായുധ പദ്ധതിയുടെ ഒരു നിർണായക കേന്ദ്രമാണെന്ന് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ദീർഘകാലമായി സംശയിക്കുന്നുണ്ട്. 1980-കൾ മുതൽ ഈ പ്രദേശം ഭൂഗർഭ തുരങ്കങ്ങൾ, ആണവ പോർമുനകൾ, മിസൈൽ സംഭരണികൾ എന്നീ അഭ്യൂഹങ്ങൾക്ക് കാരണമായ സ്ഥലമാണ്. പാകിസ്ഥാന്റെ ഏരിയ 51 എന്ന വിളിപ്പേരും ഈ പ്രദേശത്തിന് ലഭിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഈ സൈറ്റ് ആക്രമിക്കുകയും റേഡിയേഷൻ ചോർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തുവെന്ന അവകാശങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ട്. കിരാന കുന്നുകളിൽ ചില ആണവ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് ഞങ്ങളെ അറിയിച്ചതിന് നന്ദി. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞങ്ങൾ കിരാന കുന്നുകളെ ആക്രമിച്ചിട്ടില്ല. അവിടെ എന്താണ് ഉള്ളതെന്നും അവിടെ തന്നെ ഉണ്ട് എന്നാണ് ഈ വിഷയത്തിൽ ഇന്ത്യൻ എയർ മാർഷൽ എ ഭാരതി നടത്തിയ ആദ്യ പ്രതികരണം. എന്നാൽ ഈ വിശദീകരണവും വർദ്ധിച്ചു വരുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ തീവ്രത കുറച്ചില്ല. സംശയമുയർത്തിയ വിമാനം റേഡിയേഷൻ ചോർച്ച സിദ്ധാന്തത്തിന് ഏറ്റവും കൂടുതൽ ഇന്ധനം നൽകിയത് ആകാശത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. അതായത് മെയ് 11 ഫ്ലൈറ്റ് റഡാർ 24 പോലുള്ള ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ ഒരു അപൂർവ വിമാനം ചുരുങ്ങിയ സമയത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. N111 SED എന്ന ടൈൽ നമ്പർ ഉള്ള ഈ വിമാനം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി നടത്തുന്ന ഉയർന്ന തലത്തിലുള്ള US ആണവ അടിയന്തര പ്രതികരണ പരിപാടിയായ ഏരിയൽ മെഷീനറിംഗ് സിസ്റ്റം പ്രകാരം ക്രമീകരിച്ചതാണ്. ഈ വിമാനം ഒരു സാധാരണ നിരീക്ഷണ ഉപകരണമല്ല. അതോടൊപ്പം തന്നെ ഉയർന്ന കൃത്യതയുള്ള ഗാമാറേ സെൻസറുകൾ, ഐസോടോപ്പ് ഡിറ്റക്ടറുകൾ, തത്സമയ ഡേറ്റ ട്രാൻസ്മിഷൻ ശേഷികൾ എന്നിവ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആണവ വികിരണം വിലയിരുത്തുന്നതിനും ആക്രമണത്തിന് ശേഷമുള്ള ആണവ സുരക്ഷ പരിശോധിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള B350 AMS സാധാരണയായി റേഡിയോളജിക്കൽ വിഭാഗങ്ങൾക്കോ ആണവ അപകടങ്ങൾക്കോ ശേഷം വിന്യസിക്കാറാണുള്ളത്. US പ്രവർത്തനങ്ങൾക്ക് പുറത്ത് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഇങ്ങനെയൊരു വിമാനം എന്തിനാണ് പാകിസ്ഥാനിന്റെ മുകളിൽ പറന്നത്? ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. ഇതോടെ പലതരം പ്രചാരണങ്ങളും ഉയർന്നു വന്നു. പാകിസ്ഥാൻ ഒരു റേഡിയേഷൻ ചോർച്ചയെ ഭയപ്പെടുകയും അടിയന്തര വിലയിരുത്തലിനായി വിമാനം വിന്യസിക്കുകയും ചെയ്തു എന്നതാണ് അതിലൊന്ന്. ആക്രമണത്തിന് ശേഷമുള്ള ആണവ നാശനഷ്ടം വിലയിരുത്തുന്നതിനായി US സഹകരിച്ചാണ് വിമാനം പറത്തിയത് എന്നുള്ളതായിരുന്നു അടുത്തത്. 2010-ൽ പാകിസ്ഥാൻ ആർമി ഏവിയേഷന് കൈമാറിയ ഒരു B350 ടെയിൽ നമ്പർ ആയിരുന്നു N111 SED എന്ന് ചില ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ അത്തരം വിമാനങ്ങൾ പതിവായി ഉപയോഗിക്കാറില്ലെന്നും ആണവ ഭീതി നിലനിൽക്കുന്നില്ലെങ്കിൽ അത് സാധാരണ സംഘർഷ സാഹചര്യങ്ങൾ ഉപയോഗിക്കാറില്ലെന്നും ഗൂഢാലോചന സിദ്ധാന്തക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഭൂകമ്പങ്ങൾ ഉണ്ടായോ? പാകിസ്ഥാനിലെ സമീപകാല ഭൂകമ്പങ്ങളുടെ പരമ്പര ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവയുണ്ടായ സമയവും അതോടൊപ്പം തന്നെ സ്ഥാനവുമാണ് പ്രധാന കാരണം.
മെയ് 12-ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:26-ന് പാകിസ്ഥാനിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം 10 കിലോമീറ്റർ മാത്രം ആഴത്തിൽ സംഭവിച്ചു. ഈ ഭൂചലനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് 5.7, 4.0 തീവ്രത രേഖപ്പെടുത്തിയ മറ്റ് 2 ഭൂചലനങ്ങളും അടുത്തായി സംഭവിച്ചു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ ടെക്ടോണിക് പ്ലേറ്റുകളുടെ അതിർത്തികളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ് പാകിസ്ഥാനിലും. ഈ ഭൂചലനങ്ങളുടെ തീവ്രത, ആഴം എന്നിവ ഗണ്യമായ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഈ ഭൂകമ്പങ്ങൾ സ്വാഭാവികമാണോ അതോ അവ കൂടുതൽ ഭീകരമായ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉപരിതലത്തിന് സമീപം ശക്തമായ ഭൂചലനം ഉണ്ടാകുന്നതിനാൽ ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ കൂടുതൽ വിനാശകരമാണെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പാകിസ്ഥാനിൽ ഭൂകമ്പങ്ങൾ സാധാരണമല്ലെങ്കിലും കിരാന കുന്നുകൾ, നൂർഖാൻ എയർവേസ് എന്നിവയുൾപ്പെടെ അറിയപ്പെടുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം ഉണ്ടാകുന്നത് സംശയങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പ്രചരിക്കുന്ന രേഖയിലെ സത്യം പാകിസ്ഥാൻ കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെതെന്ന് അവകാശപ്പെടുന്ന ഒരു രേഖയാണ് റേഡിയേഷന് ചോർച്ചയുണ്ടായതായി സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ രേഖ വ്യാജമാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ചട്ടാർ സമതലത്തിനടുത്തുള്ള ഒരു വ്യവസായ കേന്ദ്രത്തിൽ റേഡിയേഷൻ ചോർച്ച ഉണ്ടായെന്നാണ് ഈ രേഖയിൽ പറയുന്നത്. സമയ ഫോർമാറ്റ് പിശക് 24.55 മണിക്കൂർ എന്നത് ഒരു അസാധ്യമായ സമയമാണ്. 24 മണിക്കൂർ ക്ലോക്ക് 23:59 അവസാനിക്കുന്നുവെന്നാണ് വാസ്തവം. ഭാഷാ പിശകുകളുണ്ട്, അതായത് നിരവധി അക്ഷരത്തെറ്റുകളും വ്യാകരണ പിശകുകളും കാണാം. സ്ഥാപനപരമായ പൊരുത്തക്കേട് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റേഡിയോളജിക്കൽ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പാകിസ്ഥാൻ ന്യൂക്ലിയർ റെഗുലേറ്ററി അതോറിറ്റിയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ അറ്റോമിക് എനർജി കമ്മീഷൻ. നാഷണൽ റേഡിയോളജിക്കൽ സേഫ്റ്റി ഡിവിഷൻ എന്ന സ്ഥാപനം നിലവിലില്ല. വർഗീകരണത്തിലെ പൊരുത്തക്കേട് നോക്കുമ്പോൾ രഹസ്യമെന്നും ഉടൻ പുറത്തിറക്കുക എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വൈരുദ്ധ്യമാണ്, ഔദ്യോഗിക സ്ഥിരീകരണമല്ല. അതായത് IAEA, PNRA, PEC അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാർ എന്നിവയിൽ നിന്നും ഇതുവരെ വിശദീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല. ഗ്രോട്ട് ഫാക്ട് ചെക്ക് പ്രകാരം ഈ രേഖ വ്യാജമാണെന്ന് ഗ്രോട്ട് ഫാക്ട് ചെക്ക് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈജിപ്ത് ബോറോൺ വടക്ക് പാകിസ്ഥാനിലെ മുറയിൽ ഒരു സൈനിക വിമാനത്താവളത്തിൽ ഒരു ഈജിപ്ഷ്യൻ എയർഫോഴ്സ് ട്രാൻസ്പോർട്ട് വിമാനം ഇറങ്ങിയതാണ് മറ്റൊരു സംശയാസ്പദമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വിമാനം റേഡിയോ ആക്റ്റീവ് വികിരണം കുറയ്ക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ബോറോൺ രാസവസ്തുക്കളുടെ ഷിപ്മെന്റ് വഹിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത ഒരു ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. ഈജിപ്തോ പാകിസ്ഥാനോ ഈ വിമാനത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഈ സിദ്ധാന്തം ഓൺലൈനിൽ പെട്ടെന്ന് ഒരു പ്രചാരണം നേടി. പ്രത്യേകിച്ച് മുൻ CIA അനലിസ്റ്റും റാഡ് കോർപ്പറേഷൻ പ്രതിരോധ വിദഗ്ധനുമായ ഡ്രക് ഗ്രോസ്മാന്റെ ആരോപണങ്ങൾ ഇതിന് ആക്കം കൂട്ടി. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.